അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ നാനുശോചന്തി പണ്ഡിതാഃ. സത്യ സായി ദേവാ ശരണം ശരണം സത്യ സായി ബാബാ ശരണം ശരണം സത്യ സായി ദേവാ ശരണം ശരണം സത്യ സായി ബാബാ ശരണം ശരണം. എങ്ങും നിറഞ്ഞ പൊരുൾ എല്ലാവരെയും പൊരുൾ ഏതിലും നിറയും പൊരുൾ എല്ലാമേ സായേ പൊരുൾ. എങ്ങും നിറഞ്ഞ പൊരുൾ എല്ലാവരെയും പൊരുൾ ഏതിലും നിറയും പൊരുൾ എല്ലാമേ സായേ പൊരുൾ. മുഴുവനായിട്ട് ഏറ്റെടുത്തിരിക്കുക തന്നെയാണ്. ഓരോ അനുഭവങ്ങൾ വെച്ചും അതെനിക്ക് വിശദീകരിക്കാനുള്ള അറിവ് വളരെ കുറവാണ്. साई तेरे चरणों में कोटि प्रणाम, साई तेरे चरणों में कोटि प्रणाम, साई तेरे चरणों में कोटि प्रणाम, साई तेरे चरणों में कोटि प्रणाम. चरणों में രീതിയിലുള്ള ഒരു പ്രവർത്തനമെങ്കിലും ഈ സായി ഗ്രാമത്തിൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, അതും ഭഗവാന്റെ ജന്മദിനത്തിന് മുമ്പ് തന്നെ വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വളരെ ലളിതമായ ഈ ഒരു ക്ലിനിക്ക് ഇവിടെ ആരംഭിക്കുന്നത്. ഭഗവാന്റെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനം സാധാരണക്കാരും പാവപ്പെട്ടവരും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്രയ കേന്ദ്രമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കണ്ണു തുറന്നാലും കാണണേ, കണ്ണടച്ചാലും കാണണേ, കണ്ണു തുറന്നാലും കാണണേ. ഭഗവാൻ ബാബയുടെ 80ാം ജന്മദിനം തിരുവനന്തപുരം തുടങ്ങി കണ്ണൂർ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നടത്തിവരികയാണ്. കലിയുഗ വരദ ശ്രീ സായിനാഥ, മിഴിയൊന്നു തുറക്കില്ലയോ സായി. കലിയുഗ വരദ ശ്രീ സായിനാഥ, മിഴിയൊന്നു തുറക്കില്ലയോ. ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖവും രോഗിയായിട്ട് വരുന്ന അവസ്ഥയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഭഗവാന്റെ ഉപദേശം ദരിദ്രരെയും രോഗികളെയും സഹായിക്കാം. ദർശനിക്കാവോ ഭഗവാൻ, ദർശനിക്കാവോ ഭഗവാൻ, मुझे दर्श दिखाओ भगवान, मुझे दर्श दिखाओ भगवान. ഭഗവാൻ സത്യസായി ബാബയുടെ 80ാം പിറന്നാൾ ഇവിടെ സത്യസായി ബാബ ഓർഫനേജ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലും ഈ സംപൂജ്യരായ ആളുകളുടെ ആഭിമുഖ്യത്തിലും നടക്കുന്നു. യുഗ യുഗ കേ അവതാര സായി രാമ, സായി കൃഷ്ണ, സായി ബാബ. युग युग के अवतार साई रामा, साई कृष्णा, साई बाबा. ബാബ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇതുപോലെയുള്ള
വലിയ മനുഷ്യ സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു തവണയെങ്കിലും പോകണം. युग युग के अवतारा साई रामा साई कृष्णा साई बाबा. युग युग के अवतारा साई रामा साई कृष्णा साई बाबा. अल्लाह येशु ഒരു കണ്ണുനീര് തുടയ്ക്കാൻ സാധിച്ചെങ്കിലും, ഒരു വിശക്കുന്ന വായയ്ക്ക് ആഹാരം കൊടുക്കാൻ സാധിച്ചുവെങ്കിലും അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ജനന മരണ ഭയ ശോക വിദൂരം സകല ശാസ്ത്ര നിഗമാഗമസാരം. ജനന മരണ ഭയ ശോക വിദൂരം സകല ശാസ്ത്ര നിഗമാഗമസാരം. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട മക്കളായ രോഗികളും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളായ മാതാപിതാക്കളും ഭാര്യയെ തിരസ്കരിച്ച ഭർത്താവിനെയും രോഗിയായ ഭർത്താവിനെ തള്ളിക്കളഞ്ഞ ഭാര്യമാരെയും നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. സമൂഹത്തിൽ പണമുള്ള രോഗിയാണെങ്കിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെ കൊടുത്ത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാം. തുടർന്ന് ജീവൻ നിലനിർത്താൻ പ്രതിമാസം 6000 രൂപ മുതൽ 10000 രൂപ വരെ മരുന്നിന് മുടക്കി പലരും ജീവിക്കുന്നുണ്ട്. ഇതിനൊന്നും സാധിക്കാത്ത പാവപ്പെട്ട രോഗികൾ സ്വന്തമായുള്ള വീടും സ്ഥലവും വിറ്റ്, ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോന്ന് കിട്ടുന്ന തുക മുഴുവനും ചികിത്സയ്ക്കായി ചെലവിട്ട് വരുന്നു. ഇതിനൊന്നും കഴിയാത്തവർ സമൂഹത്തിൽ മറ്റുള്ളവരുടെ നേരെ കൈനീട്ടേണ്ട ഗതികേടിൽ ആണ് പലരും. ഈ അവസ്ഥയിൽ സമൂഹത്തിൽ പലരും ഇത്തരം രോഗികളെ കൈയൊഴിഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. നാളിതുവരെ ഇങ്ങനെയുള്ള വൃക്കരോഗികളുടെ അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാരോ മറ്റു പ്രസ്ഥാനങ്ങളോ നാളിതുവരെ മുന്നോട്ട് വന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു തിരി വെട്ടവുമായിട്ടാണ് നവജീവൻ ഡയാലിസിസ് സെന്റർ കടന്നു വന്നിരിക്കുന്നത്. നവജീവൻ ഡയാലിസിസ് സെന്ററിന്റെ ഈ സദ്യോദ്യമത്തെ, ബൃഹത്തായ ഈ പദ്ധതിയെ ഇതിനകം തന്നെ പല ആളുകളും സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഒരു മാസത്തിൽ 8 ഡയാലിസിസ് ചെയ്യുന്ന രോഗിയെ സ്പോൺസർ ചെയ്യുന്നതിനും, അതുപോലെ ഒരു വർഷം മുഴുവനും ഒരു രോഗിക്ക് ഡയാലിസിസിന് ആവശ്യമായ സഹായം എത്തിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടും പലരും ഇതിനകം മുന്നോട്ട് വന്നു. മരിക്കുന്നതുവരെ ഒരു രോഗിയുടെ ഡയാലിസിസിലുള്ള മുഴുവൻ തുകയുമായി ചില പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള മാനുഷിക പരിഗണനയുള്ള വിഷയങ്ങളിൽ വ്യാപൃതരായ ആളുകൾ അവശേഷിക്കുന്നു എന്നുള്ളത് ഇത്തരം രോഗികൾക്ക് ആശ്വാസകരമാണ്. എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന സന്മനസ്സുള്ള മുഴുവൻ സഹോദരങ്ങളും വൃക്കരോഗം കൊണ്ട് ജീവൻ നിലനിർത്താൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട രോഗികളെ ജീവൻ നിലനിർത്തുന്ന
അതിനുവേണ്ടി അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഈ ബൃഹത്തായ പദ്ധതിയിൽ പങ്കാളികളാകണമെന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. परम भरो मन भरो पखावाज परम भरो मन भरो भरो परम भरो मन भरो पखावज परम भरो मन भरो पखावज Wherever I go, whenever I leave my home, I carry this picture with me. Always it is with me. When I go to bed, I hug it. I pray to Bhagavan and I hug it. When maybe in my sleep it will drop by my side. But this picture helps a lot. Actually, I did not go through the lines when I got it from my friend's daughter Sunuja. Only when I had problems, one day I just took the picture, I read through it. Then I came to the lines. He suggests that everyone have a copy. Wherever this photo is kept, there will be blessings, healings and miracles. I have experienced a lot of miracles. When my husband wanted to take me by force to the mental hospital, I think this picture of Bhagavan only did the miracles. I could escape within a second from his clutches. Again, from tsunami, I escaped with my life. When I came back home, I came to know from Chatanu someone had gone to Velangani. They did not return. So I thought to myself, Kayalan Bhagavan had come up to Chatanu. He did not come to Paripalli to take me. Is it because Bhagavan was with me? I only prayed to Bhagavan to fulfill my one wish, one solid wish I have. I have a building where I would like to start a home, sweet home for the elders, for fathers and mothers who are not wanted by their children. I want to be a loving daughter to them, look after them, feed them, do everything for them as a loving daughter. Even after my days, when I am no more, it will be left under a trust for people to come and live there. It will be ever there. My son or no one can touch it. It will be made so. I want Bhagavan, your great help, your all sincere help for me, your prayers, your blessings. Thank you. सत्यं शिवं സുന്ദരം. അപ്പോൾ ഈ ഗുരുവായൂർ ടെമ്പിളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം എല്ലാം ഈ അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പത്രക്കാരുടെ ആവശ്യം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അവരുടെ ഒരു തൊഴിൽ. നമ്മുടെ തൊഴിൽ ഇത്. അപ്പോൾ ആ തൊഴിൽ അവർ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നടക്കില്ലല്ലോ. ഈ
ഉടനെ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ പത്രമാണ്. അപ്പോൾ ഇവരിത് കേട്ട ഉടനെ വന്നു എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന്. നിങ്ങളെന്താ ഗുരുവായൂർ കയറ്റാത്തേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ നല്ല കാര്യമാണ്, എന്നാൽ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞിട്ട് അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. എനിക്ക് മക്കയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് മക്കയിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, അവിടെ എനിക്ക് ഏറ്റവും അത് എന്നാൽ പിന്നെ ഇത് തന്നെ. അപ്പം ഇത് എല്ലായിടത്തും ഉള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർക്കുള്ള ദോഷങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് തിരുത്താൻ നോക്കുക. മറ്റുള്ളവരുടെ ദോഷത്തിനെ നോക്കാതെ നമ്മുടെ ദോഷങ്ങൾ എന്തെല്ലാം ഉണ്ട് അതെല്ലാം അങ്ങനെ കുറച്ച് ഈശ്വരൻ്റെ പാദത്തിലേക്ക് ചേരുക എന്നുള്ളതാണ് നമ്മുടെ കടമ. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാണെൻ കേരളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാവൻ കേരളം. പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ, പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസപ്പൂക്കളങ്ങളാടും ആടും. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാണെൻ കേരളം. നീരദമാലകളാൽ പൂവിടും മാനം കണ്ട് നീളാനദി ഹൃദയം പാടും. നീളാനദി ഹൃദയം പാടും. തോണിപ്പാട്ടലിയുന്ന കാറ്റു തുളുമ്പുന്ന കൈകൊട്ടിപ്പാട്ടുകൾ തൻ മേളം മേളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാവിൻ കേരളം. കേരളം കേരളം കേരളം